എന്നെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ആദ്യീകരിക്കട്ടെ. ഇന്ന് നമ്മളൊരു കിടുക്കൻ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബിരിയാണി പുട്ടും കൂടെ നല്ല എഗ് റോസ്റ്റും. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാർക്ക്. വായി വെള്ളം വരുന്നുണ്ടല്ലേ. എന്നിട്ടൊരു പപ്പടം കൂടെ കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിക്കണം. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അതുപോലെ തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇതേ പേരിൽ, അതും കൂടെ ഒന്ന് തള്ളി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ഇതുണ്ടാക്കുന്ന കാണാം. ആദ്യം നമ്മുടെ വെടിവെപ്പ് മത്സരം. അതിനുശേഷം ഉരുളി തീ പിടിപ്പിക്കുന്നു. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ഒഴിച്ച ശേഷം പെരിഞ്ചീരകം ഇടുന്നു. ഇത് നീളത്തി അരിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കീറിയും കൂടെ ഇട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ റോസ്റ്റായ ശേഷം നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവോളയും കൂടെ ഇട്ട് അവനെ നല്ല രീതിയിൽ അങ്ങ് ഉലർത്തിക്കും. ഇതുപോലെ ഇവനൊന്ന് പാകത്തിനായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില സ്നേഹത്തോടെ വാരി വിതറിക്കും. അതും ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് 2-3 വത്തലമുളകും കൂടി ഇട്ട് കൊടുത്തത് കാണാൻ ഒരു കളർഫുള്ളും ഒരു വേറെ ലെവലും ആകട്ടെ. സെറ്റായി കഴിയുമ്പോഴേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് ഇതുപോലെ റോസ്റ്റാക്കി എടുക്കാം. ഉണ്ടല്ലേ. അവൻ മൊത്തത്തിലൊന്ന് വാടി സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ഇടാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി വാരിയും ഇടാം. ശേഷം മല്ലിപ്പൊടി. ഇത്ര ഇട്ട ശേഷം ഒരു കറക്കി അവനെ ഒന്ന് കുക്കാക്കി എടുക്കുക. ആ മസാല ചോവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ലൈറ്റായിട്ട് കുക്കാക്കി എടുക്കുക. കണ്ടില്ലേ. ഇത് ശേഷം മുട്ടയും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക. കണ്ടില്ലേ. അപ്പോൾ മുട്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും. പക്ഷേ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ഒരു കാണാനൊരു ലുക്കിന് വേണ്ടി അങ്ങ് പിടിപ്പിക്കുക. ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഗ്രേവി ഇതുപോലെ ആക്കിയെടുക്കുക. കണ്ടില്ലേ. ആ റോസ്റ്റ് ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കുന്നുണ്ടല്ലേ. സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പിടണം കേട്ടോ, മറക്കരുത്. ഉപ്പിട്ട ശേഷം ഇതുപോലെ മിക്സ് ചെയ്യുക. ഒന്ന് കുറുകി വരുമ്പോഴേക്ക് ഇച്ചിരി ഗരം മസാല കണ്ടില്ലേ, അതും കൂടെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ കുറുകി വരുന്ന സമയമാകുമ്പോൾ ഇത് കണ്ടില്ലേ നല്ല ലെവലായി സെറ്റായി വരുന്നുണ്ട്. എഗ് റോസ്റ്റ് നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. കണ്ടില്ലേ. ശേഷം ഒരു നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. അപ്പോഴേക്കും സ്മെല്ല് ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതി. ഇപ്പം തന്നെ ഒരു മുട്ടക്കറി അങ്ങ് ചാടിക്കറി പിടിക്കാൻ തോന്നുക. എന്നായാലും ഇതുപോലെ മിക്സ് ചെയ്ത് കുറുക്കി ലെവലാക്കി ഇതുപോലെ ആക്കി വെക്കുക. കണ്ടില്ലേ. കൊതി വരുന്നുണ്ടല്ലേ, ഒരു രക്ഷയില്ല. ശേഷം വേറൊരു പാൻ ചൂടാക്കുന്നു. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ശേഷം ഓൾ ഗരം മസാലാസ്, കാടമന, ബേലീസ്, സ്റ്റാർ അനിയൻസ് ഇതെല്ലാം കൂടെ ഇട്ട ശേഷം സ്ലൈസ് ചെയ്ത ഓണിയൻ. ഇതാണ് നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുക കേട്ടോ. ചിക്കൻ ഇട്ടുള്ള ബിരിയാണി മസാല പുട്ടിനുള്ള. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് ഇതിലേക്ക് റോസ്റ്റ് ചെയ്യുക. ഇതുപോലെ സവോള എല്ലാം കൂടെ ഇത് വാട്ടിയെടുക്കുക. വാടി വരുമ്പോഴേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വാട്ടിയെടുക്കുക. കണ്ടില്ലേ. ഇവൻ ഈ ലെവലിലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അവനിട്ട് ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കേട്ടോ. ശേഷം അതിലേക്ക് കൊറിയാണ്ടർ ലീഫ്, മല്ലിയില, പിന്നെ മിൻറ്റ് ലീഫ് ഇത്രയും സാധനം ഇട്ട ശേഷം ഇവനെയും ഒന്ന് വാട്ടിയെടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് തൈര്, ഒരു പേരിന് തൈര് മതി കേട്ടോ. തൈരും കൂടെ ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഇവനൊന്ന് കുക്കായി വരുമ്പോഴേക്ക് നമ്മൾ പച്ച ചിക്കൻ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അത് ഈ മസാലയിൽ ഇട്ടങ്ങ് ഇങ്ങനെ സ്ലോ ഫയറിലിട്ടങ്ങ് കുക്ക് ചെയ്യുക. അപ്പോൾ ആ ചിക്കൻ്റെ ജ്യൂസും എല്ലാം കൂടെ ചെയ്ത് ആ ബിരിയാണി മസാലയ്ക്ക് ഒരു സ്മെല്ല് വരും. നല്ല ബിരിയാണിയുടെ സ്മെല്ല് വരുന്ന കാണാൻ പറ്റും. അല്ലേ. ശേഷം ഒരു ഇച്ചിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഇച്ചിരി ബിരിയാണി എസൻസ് ഉണ്ടെങ്കിൽ ഒരു അര ഡ്രോപ്പ് ബിരിയാണി എസൻസും കൂടി ഇട്ട് കൊടുത്താൽ വേറെ ലെവൽ അവസാനം. ഇനി നമുക്ക് പുട്ടിനുള്ള പൗഡർ റെഡിയാക്കാം. ആദ്യം പുട്ടുപൊടി ഇട്ടു, അതിനുശേഷം ഉപ്പ് ഇട്ടു, കൂടെ ഒരു ഇച്ചിരി ഇടിയപ്പ പൗഡർ, ശേഷം ഇച്ചിരി പശുമ്പാലും കൂടെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. ഈ പശുവും പോലും അതുപോലെ തന്നെ
ഈ ഇടിയപ്പപ്പൊടിയും അതൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിട്ട് സാധനം ഇതുപോലെ വെള്ളം ഒഴിച്ച് സ്ലോയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്നും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അളവ് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെയാണ് തളിച്ച് കൊടുത്ത് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ തരിയൊക്കെ പൊട്ടിച്ച് ലെവലാക്കി സോഫ്റ്റ് ആക്കി എടുക്കുക. ചിലർ മിക്സിക്കകത്തിട്ട് അടിക്കാറുണ്ട്. ഇതിപ്പോൾ മിക്സിക്കകത്തിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മളിത് ഇതുപോലെ സെറ്റാക്കി കിട്ടും. കണ്ടില്ലേ? ശേഷം കൂട്ടുകൂറ്റി എടുത്തു, ചില്ലിട്ടു, നേരെ അതിലേക്ക് കുറച്ച് തേങ്ങ സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുക. ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് നമ്മുടെ ബിരിയാണി മസാലയും കൂടി അടുത്ത ലെയറായിട്ട് സെറ്റ് ചെയ്യുക. ഇതുപോലെ സെറ്റ് ചെയ്യുക. ശേഷം പിന്നെയും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ശേഷം ബിരിയാണി മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻ അതിൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നീട് പുട്ടുപൊടി ഇടുക. എന്നിട്ട് ലാസ്റ്റ് തേങ്ങയും കൂടെ ഇട്ടൊരു പൊത്തുക. കണ്ടില്ല? അടച്ചു വെച്ച ശേഷം നല്ല ആവി ഉറക്കുന്ന പുട്ടുകുറ്റിയിലേക്ക് ഇവനങ്ങ് തള്ളി വെക്കുക. ശേഷം ഇവൻ റെഡിയാകാൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് അല്ല 4 മിനിറ്റ് കൂടുതൽ ഒട്ടും വേണ്ട. അപ്പോൾ ഇവൻ റെഡിയായി സെറ്റായി വരുമ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒരു മറിക്കുക. മറിച്ച ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് ഇച്ചിരി ഫ്രൈഡ് ഓണിയനെ, കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും, എന്നിട്ട് എഗ് റോസ്റ്റ് എടുത്ത് ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതിമാർക്ക്. കണ്ടില്ലേ? അതിൻ്റെ ഗ്രേവിയും കൂടെ എടുത്ത് ആ സൈഡിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാതി. എന്നിട്ട് നല്ല ചൂട് പപ്പടം കൂടെ ഇട്ടിട്ട് അതിലേക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കാണിക്കുക. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാവളിച്ച് ഇപ്പോൾ ഒരു പിടുത്തം പിടിക്കാൻ തോന്നും. എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. എഗ് റോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ അത് പറയാനില്ല. അത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി തന്നെ നോക്ക്. എന്നിട്ട് ആ പപ്പടങ്ങൾ എടുത്തിട്ട് ആ പുട്ടിൻ്റെ മുകളിലേക്ക് ഒരു പൊടിയങ്ങ് പിടിക്കുക. എന്നിട്ട് പുട്ട് മൊത്തത്തിൽ ആ കൈ വെച്ചിട്ട് ഇതുപോലെ ഒരു അമർത്തുക. എന്നിട്ട് ആ മുട്ട ഇതുപോലെ ഒരു പൊട്ടിയിൽ പൊട്ടിച്ച് ആ പുട്ടിലേക്ക് മിക്സ് ചെയ്ത് ആ അരപ്പും കൂടെ നമ്മുടെ എഗ്ഗിൻ്റെ അരപ്പും കൂടെ എല്ലാം കൂടെ ചേർത്ത് കണ്ടില്ലേ? എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. എന്നിട്ടൊരു പിടുത്തങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി. സ്വർഗം കണ്ട് സ്വർഗമേ. ഇത് വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഒന്നും നോക്കണ്ട. കുറച്ച് പുട്ടുപണി മേടിക്കുക, മുട്ട മേടിക്കുക, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഉണ്ടാക്കിയോ. ഒരിച്ചിരി ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ ബിരിയാണി പുട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി ഈസി ആയിട്ട്. ഒന്നും നോക്കണ്ട. ഈ വക സാധനമൊക്കെ ഉണ്ടാക്കി നോക്കി അങ്ങ് സന്തോഷിക്കുക എൻ്റെ ചങ്ങാതിമാരെ.